രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട്ടിൽ കെട്ടിച്ചു വിട്ടതിൽ ഇപ്പോഴും അഭിമാനമുണ്ട്. എന്തിനാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞിരുന്ന ആരെ കമ്മത്തി കാശുണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ലോക ആണല്ലോ. അതിപ്പം അനുഭവം ഉള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അയാളെ കുറിച്ച് ഇന്നും ഒരു മോശം അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഏതൊരു വ്യക്തിയെയും എങ്ങനെ വേണം ചെയ്യണമെന്നുള്ളത് അത് ചിലപ്പോൾ ആരാ എന്താന്ന് നമ്മളെങ്ങനെ അറിയുന്നേ? കാലം തെളിയിക്കും. അന്ന് കേട്ടപ്പോഴും അതുപോലെ തന്നെ, ഇന്ന് കേട്ടപ്പോഴും അതുപോലെ തന്നെ. ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതിന് അഭിമാനം കൊള്ളാൻ എന്നാ കാരണം? അതായത് എൻ്റെ മോളെ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ഒരു MLA, ഈ കൊച്ചിൻ്റെ നാട്ടിലൊരു MLA ഉണ്ടാവുക, അവർ പാരമ്പര്യമായിട്ട് അറിയപ്പെടുന്ന കുടുംബക്കാർ അങ്ങനെയൊക്കെ വരുമ്പം പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ അറിയാം. കാരണം ഇത് നിരൂപകനായിട്ട് വരുന്ന കാലം തൊട്ടേ ഈ വ്യക്തിയെ എനിക്കറിയാം. എൻ്റെ നാട് കൊട്ടാരക്കര. ബാലകൃഷ്ണപിള്ള എങ്ങനെയാണോ എന്തോ ആയിക്കോട്ടെ, അത് ഗണേഷ് കുമാർ ആയിരുന്നാലും എനിക്ക് ഇന്നും ബാലകൃഷ്ണപിള്ളയുടെ നാട്ടുകാരിയാണെന്ന് പറയുമ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നാലും മുൻപേ ചോദിക്കുന്നത് സാറിനെ അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരു എന്താ തോന്നുന്നു, ഒന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ. നമ്മൾ ഒരാളെ ഇപ്പം നിങ്ങളിപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് അല്ല പറയുന്നത്, ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലായിരിക്കും. ആരിലാണ് മോശം ഇല്ലാത്തത്? ആരെങ്കിലും നല്ലവരെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ ഭൂമണ്ഡലത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓരോ മനുഷ്യനിലെ എന്തെങ്കിലും കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും. അത് മുതലെടുക്കുന്നതാണ് ഏറ്റവും വലിയ ദോഷം. പോരായ്മ നിങ്ങളിലില്ലേ ഉണ്ടോ? നിങ്ങളോട് തന്നെ ചോദിക്കും നിങ്ങളുടെ പോരായ്മ എന്താണെന്ന്, അല്ലേ? അതിനെ മറ്റൊരാൾ വിമർശനം ചെയ്യുമ്പോഴല്ലേ നിങ്ങളുടെ മാനാഭിമാനം പോകുന്നത്. നമ്മളൊരു കുറ്റം ചെയ്തു പോലും ചെയ്തില്ല പോലും മറ്റൊരാൾ നമ്മളെ മുഖത്തോട് കരി തേക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഇതിനകത്ത് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. എനിക്ക് ഒരേ ഒരു ചോദ്യമുള്ളൂ. അപ്പം നമ്മളായ സ്ത്രീ പുരുഷൻ രണ്ട് ജാതി, ആ ജാതിക്കകത്ത് പെണ്ണിനായിരുന്നാലും ആണിനായിരുന്നിരുന്നാലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിരുന്നത്, എന്താ പറയേണ്ടതെന്ന് വെച്ചിരുന്നാൽ ഈ പെണ്ണിനാന്നേലും ആണിനാന്നേലും ഒരു വ്യക്തിയോട് ഇഷ്ടമോ അടുപ്പോ എല്ലാം ചോദിക്കും. കൂടെ നടന്നിട്ട് കുണ്ടിക്കിട്ട് നുള്ളാൻ നടക്കുന്ന എന്തിനാണ്? ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇവിടെ അറിഞ്ഞില്ലേ? ഒരു വ്യക്തിക്ക് അറിഞ്ഞുകൊണ്ടാണല്ലോ കുറേ നടന്നേ, അല്ലേ? ഞാനതേ ചിന്തിക്കുന്നുള്ളൂ. അത് നാളെ എനിക്കും സംഭവിക്കാം, നിങ്ങൾക്കും സംഭവിക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പടയൊരുക്കം? ഇതിലെന്താണ് നേട്ടം ഉണ്ടാകുന്നത്? അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അത് സത്യസന്ധമായ ഗർഭമാണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. അതാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിരിക്കും. ഇത് സത്യമാണോ അസത്യമാണോ എന്ന് കാലമല്ലേ തെളിയിക്കണ്ടേ? കൊച്ചിനെ പേര് DNA ടെസ്റ്റ് നടത്ത്. എന്താ ഇതിനൊന്നും വഴിയില്ലായിരുന്നോ? ഇപ്പോഴാണോ ഇതൊക്കെ പൊക്കി എടുത്തോണ്ട് വരുന്നത്? ഗർഭം നരിച്ചത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ, ഒരു മാസം പോലും കഴിയാതെ ഗർഭം ഉണ്ടെന്ന് ആരും അറിയുന്നുണ്ടോ? അപ്പം ഇതാണ് സത്യം. അതിൻ്റെ